ഓണം എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കും അല്ലേ? ഞാൻ വെച്ചു പായസം കഴിച്ചിട്ടില്ല. വെച്ചു ഏത് മൂഡ്? എന്നാ നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണേ. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പാലട മിക്സ്. ഈ പാലട മിക്സ് ഞങ്ങൾക്കായി സ്പോൺസർ ചെയ്തത് താഴത്തെ കടയിലെ ഷിനിച്ചി. ഇങ്ങനെ നിങ്ങളെ വീട്ടിലും സ്ഥിരമായി വാങ്ങുന്ന കടയിൽ നിന്ന് വല്ല ഗിഫ്റ്റും കിട്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ശരിക്കും 2 പാക്കറ്റ് പാലിനുള്ള പാലട മിക്സാണ്. നമ്മളിപ്പോൾ 1 പാക്കറ്റ് പാലേ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്വന്തം മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ. പിന്നെ ഒരു 4 ഏലക്കായ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഈ അണ്ടിപ്പരിപ്പിൻ്റെ ബാക്കിയൊക്കെ എൻ്റെ കൊട്ടൻ അടിച്ച് മാറ്റണം ഗൈസ്. അപ്പോൾ അതാ നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ അതിവിദഗ്ധമായ പാലൊഴിക്കൽ കാരണം ആ അടുപ്പിൻ്റെ മുളക് പാല് സ്പില്ലായത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പാലട പായസം ഉണ്ടാക്കാൻ ശരിക്കും നല്ല എളുപ്പമാണ്. ഒന്നുമില്ലടോ, ഈ പാലൊന്ന് തിളപ്പിക്കുക, അതിനകത്തേക്ക് നമ്മുടെ പാലട മിക്സ് ഇടുക, ഇളക്കുക. ഈ ഇളക്കലാണ് ഇതിനകത്ത് മെയിൻ. ഇവരെ പാക്കറ്റിൻ്റെ മുകളിൽ പറയുന്നത് ഇതൊരു 30 മിനിറ്റ് കൊണ്ട് വേവുന്നതാണ്. ഇല്ല, 30 മിനിറ്റിലധികം ടൈം എടുക്കും. കാരണം ഈ അടയൊന്ന് വെന്തെടുക്കാൻ നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അട വെന്താൽ നിങ്ങളുടെ പായസം റെഡി എന്നർത്ഥം. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടി ഒന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇതിലിട്ട് കൊടുത്താൽ നമ്മുടെ പായസം റെഡി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ലവരാണായിട്ട് ഞങ്ങൾക്ക് മാത്രം പായസം വെച്ച് കുടിച്ചുകൊണ്ടിരിക്കാം. അങ്ങനൊന്നല്ല. ഈ ഓണം ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു. കാരണം ഈ ഓണത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം എനിക്കൊരു ഓണത്തിന് ലീവ് കിട്ടിയതായിരുന്നു. ഒരു 2-3 വർഷമായി എന്ന് തന്നെ പറയാം എനിക്ക് ഓണത്തിന് ലീവ് കിട്ടിയിട്ട്. ഓണത്തിന് മാത്രമല്ല, വിഷുവിനും കിട്ടാറില്ല. അതെൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. അതൊക്കെ ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം എന്താ സംഭവിച്ചതെന്നറിയോ? നമ്മുടെ പോരാളിന് ചിക്കൻ ബോക്സ് പിടിച്ചു കേസ്. അതന്നെ. അതോടുകൂടി എൻ്റെ ഓണം പ്ലാനിങ് ഹുദാ ഹവ. ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഇത്തവണ ഇവിടെ വിളിക്കണം, ഓണം കളറാക്കണം, കുറേ ഫോട്ടോസ് എടുക്കണം, അങ്ങനെ എന്തെല്ലാം പ്ലാനുകളാണ്. കഥ പറഞ്ഞ് നമ്മുടെ പായസം റെഡിയായി. ഞങ്ങൾ തളർന്നില്ല കേട്ടോ. ഞാനും നിച്ചും കൂടി ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കി, ഇപ്പോൾ പായസം ഉണ്ടാക്കി. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ.